വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. PO ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നിടത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുകയും മെറ്റലുകൾ ചിതറിക്കിടക്കുകയും ചെയ്തത് കാൽനട വാഹന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെയോടെ റോഡ് കുഴിച്ച അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നിടത്ത് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത് മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെയോടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. റോഡ് കുഴിച്ച പൊട്ടിയ പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉഗ്രശബ്ദത്തോടെയാണ് വ്യാഴാഴ്ച രാവിലെയോടെ പൈപ്പ് പൊട്ടിയത്. റോഡിനടിയിലുള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ടാറിങ്ങിളകി മെറ്റലുകൾ റോഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു. വെള്ളം ഒഴുകുകയും മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുകയും ചെയ്തത് കാൽനട വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരുന്നു. തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെയോടെ റോഡ് കുഴിച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.